മുഖ്യമന്ത്രി പദവി കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതിയെങ്കിലും വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ രണ്ടാമത്തെ പവർ സെന്റർ രമേശ് ചെന്നിത്തലയാണ്. തിരിച്ചടികളിൽ തളരാതെ നിശ്ചയദാർഢ്യത്തോടെയുള്ള സുദീർഘ രാഷ്ട്രീയ യാത്രയായിരുന്നു RCയുടേത്. 2021 തിരിച്ചടിയിൽ പലരും വിധിയെഴുതി ചെന്നിത്തല യുഗം അവസാനിച്ചുവെന്ന്. എന്നാൽ ഓരോ വീഴ്ചയെയും തന്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള കരുത്താക്കി മാറ്റിയ രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പദവിയിൽ ഇത് രണ്ടാം ഊഴമാണ്. മാവേലിക്കരയുടെ മണ്ണിൽ നിന്ന് KSU യൂണിറ്റ് പ്രസിഡന്റായി തുടങ്ങിയ രാഷ്ട്രീയ പോരാട്ടം 1982 ദേശീയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ നെറുകയിലെത്തി ചെന്നിത്തല. ലീഡറുടെ തണലിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ വ്യക്തിത്വം പക്വമായത്. 28-ാം വയസ്സിൽ K. കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന റെക്കോർഡും ഇന്ന് രമേശിന്റെ പേരിൽ ഭദ്രം. 1987 ഹരിപ്പാടിൽ നിന്ന് വീണ്ടും നിയമസഭയിലെത്തിയെങ്കിലും 89 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് ജയിച്ചപ്പോൾ MLA സ്ഥാനം രാജിവെച്ചു. രാജ്യത്ത് കോൺഗ്രസ് ഏറ്റവും കരുത്തുള്ള ദേശീയ പാർട്ടിയായി കത്തിജ്വലിച്ചു നിന്ന 80കളുടെ അവസാന പാദത്തിൽ അങ്ങനെ വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായും AICC സെക്രട്ടറിയായും പ്രവർത്തിച്ച അദ്ദേഹം ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായി മാറി. മൂന്ന് തവണ കോട്ടയത്തെയും ഒരു തവണ മാവേലിക്കരയെയും പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തി. 2004 മാവേലിക്കരയിൽ നേരിട്ട പരാജയം ചെന്നിത്തലയെ തളർത്തിയില്ല. പകരം കേരള രാഷ്ട്രീയത്തിലേക്ക് കരുത്തോടെ മടങ്ങി വരാനുള്ള നിമിത്തമായി അത് മാറി. 2005 മുതൽ 9 വർഷം നീണ്ട KPCC അധ്യക്ഷ പദവി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ കടലാക്രമണങ്ങൾക്കിടയിലും കോൺഗ്രസിനെ താഴെത്തട്ടിൽ അടിത്തറയുള്ള പ്രസ്ഥാനമാക്കി മാറ്റാൻ ചെന്നിത്തലയ്ക്കായി. താക്കോൽ സ്ഥാന വിവാദത്തെ തുടർന്ന് ആദ്യം മാറി നിന്നെങ്കിലും പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായി പദവിയേറ്റു. ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായം കഴിഞ്ഞ 10 വർഷമാകും. പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം ഉയർത്തിയ ഓരോ ആരോപണവും കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി. പിണറായി സർക്കാരിനെ നിരന്തരം പ്രതിരോധത്തിലാക്കിയ ചെന്നിത്തല V.D. സതീശന് വഴിയൊഴിഞ്ഞു കൊടുത്തപ്പോഴും വിശ്രമിച്ചില്ല. ഒരു സാധാരണ MLA ആയി ഇരുന്നുകൊണ്ടും അദ്ദേഹം കരുത്തുറ്റ പ്രതിപക്ഷ പ്രവർത്തനം തുടർന്നു. ഒടുവിലിത മുഖ്യമന്ത്രി പദവിക്കായുള്ള CM റേസിൽ പിന്നിലായി പോയെങ്കിലും രണ്ടാം മുഴക്കാരന്റെ നഷ്ടദുഃഖങ്ങളിലല്ല ചെന്നിത്തലയുടെ രാഷ്ട്രീയ യാത്ര വന്നെത്തി നിൽക്കുന്നത്. മുൻപ് കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര മന്ത്രി പദവിയിൽ വീണ്ടും എത്തുമ്പോൾ രാഷ്ട്രീയമായി കൂടുതൽ പ്രസക്തനാണ് രമേശ് ചെന്നിത്തല. UDF നേടിയ വലിയ വിജയത്തിൽ രമേശ് ചെന്നിത്തലയുടെ പങ്കും നിസ്തുലമായിരുന്നു. മാവേലിക്കരുടെയും ഹരിപ്പാടിന്റെയും ഹൃദയമിടി പറയുന്ന നേതാവ്, രാമകൃഷ്ണൻ നായരുടെയും ദേവികാമ്മയുടെയും മകൻ. പഠനകാലത്ത് ഹിന്ദി വിശാരദവും നിയമവിരുദ്ധധാരിയുമായ ഈ നിയമസഭാ പണ്ഡിതന് കരുത്തായി ഭാര്യ അനിതയും മക്കളായ രോഹിത്തും രമിത്തും ഒപ്പമുണ്ട്. 6ാം തവണയും ഹരിപ്പാട് നൽകിയ സ്നേഹവിശ്വാസവുമായി രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ക്രമസമാധാനം നിയന്ത്രിക്കാൻ ഒരുങ്ങുമ്പോൾ ഒന്നുറപ്പിക്കാം, ചെന്നിത്തല യുഗം അവസാനിക്കുന്നില്ല, അത് പുതിയൊരു വേഗത്തിൽ തുടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.